നഗരസഭയിൽ റോഡ് നിർമ്മാണവും കേബിൾ വിന്യാസവും മൂലം ജനങ്ങൾ നേരിടുന്ന കുടിവെള്ള യാത്രാ തടസ്സങ്ങൾ നീക്കാൻ വിവിധ വകുപ്പുകളുടെ സംയുക്ത യോഗത്തിൽ തീരുമാനമായി. കെ.എസ്.ടി.പി. റോഡ് നവീകരണത്തിന്റെ ഭാഗമായി മാറ്റി സ്ഥാപിക്കേണ്ട ഇലക്ട്രിക് പോസ്റ്റുകൾ തിട്ടപ്പെടുത്താൻ തിങ്കളാഴ്ച ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ചേർന്ന് സംയുക്ത പരിശോധന നടത്തും. പൈപ്പ് പൊട്ടലും റോഡ് പണികളും മൂലമുള്ള തർക്കങ്ങൾ ഒഴിവാക്കി ജനസേവനം ഉറപ്പാക്കാൻ വാട്ടർ അതോറിറ്റി, കെ.എസ്.ഇ.ബി. ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഇനി മുതൽ ഏകോപിതമായി പ്രവർത്തിക്കാനും യോഗത്തിൽ ധാരണയായി. കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം. ജനങ്ങളുടെ ഏറ്റവും അവശ്യ സർവീസുകളായ കുടിവെള്ളത്തിനും വൈദ്യുതി പ്രതിസന്ധിക്കും റോഡുകളിലെ യാത്രാ തടസ്സത്തിനും പരിഹാരം കാണുവാൻ യോജിച്ച് പ്രവർത്തിക്കുവാൻ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും സംയുക്ത യോഗത്തിൽ തീരുമാനമായി. പിറവം മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ.ആർ. പ്രദീപ് കുമാറിന്റെ അധ്യക്ഷതയിൽ മുനിസിപ്പൽ ഓഫീസിൽ ചേർന്ന യോഗത്തിൽ കെ.എസ്.ഇ.ബി., വാട്ടർ അതോറിറ്റി, കെ.എസ്.ടി.പി., പി.ഡബ്ല്യു.ഡി., മൈനർ ഇറിഗേഷൻ എന്നീ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. കഴിഞ്ഞ ദിവസങ്ങളിൽ പിറവത്ത് വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ള പൈപ്പുകൾ പൊട്ടുകയും അത് നന്നാക്കുന്നതിന് വകുപ്പുകൾ തമ്മിൽ തർക്കമുണ്ടാവുകയും ചെയ്തിരുന്നു. കെ.എസ്.ടി.പി. റോഡ് നിർമ്മാണത്തിനിടെ ഉണ്ടായ തടസ്സങ്ങളും കെ.എസ്.ഇ.ബിയുടെ കേബിൾ വിന്യാസം മൂലമുണ്ടായ കുഴികൾ വരുത്തിവെച്ച യാത്രാ തടസ്സങ്ങളും കുടിവെള്ളക്ഷാമം രൂക്ഷമായ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളും യോഗം ചർച്ച ചെയ്തു. ഏറ്റുമാനൂർ പെരുവമ്മൂഴി റോഡിന്റെ ഓരം ബലപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കോൺക്രീറ്റ് ജോലികൾ നടക്കുമ്പോൾ റോഡിന് വീതി കൂട്ടുവാൻ വേണ്ടി സൈഡിലേക്ക് മാറ്റി സ്ഥാപിക്കേണ്ട ഇലക്ട്രിക് പോസ്റ്റുകൾ ഏതൊക്കെയെന്ന് തിട്ടപ്പെടുത്തുവാൻ കെ.എസ്.ടി.പിയും കെ.എസ്.ഇ.ബിയും ജനപ്രതിനിധികളും ചേർന്നുള്ള സംയുക്ത ടീം തിങ്കളാഴ്ച മുളക്കുളം, കരിങ്കൽച്ചിറ മുതൽ പോലീസ് സ്റ്റേഷൻ വരെയുള്ള ഭാഗങ്ങളിൽ സന്ദർശനം നടത്തുവാൻ തീരുമാനമെടുത്തതായും നഗരസഭാ അധ്യക്ഷൻ അറിയിച്ചു. യോഗത്തിൽ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരെ കൂടാതെ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അന്നമ്മ ഡോമി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അരുൺ കല്ലറയ്ക്കൽ, ജെയ്സൺ പൊളിക്കൽ, ഷിബു തോമസ്, ജിൻസി രാജു, മറ്റ് ജനപ്രതിനിധികൾ, നഗരസഭാ സെക്രട്ടറി പ്രകാശ് കുമാർ എന്നിവർ പങ്കെടുത്തു. ആ റീച്ചിൽ ഏതൊക്കെ പോസ്റ്റുകൾ മാറ്റിയിടണം എന്നുള്ളതിനെ കുറിച്ച് തീരുമാനിക്കും. അതിനുശേഷം കെ.എസ്.ടി.പിയുടെ റിക്വസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ കെ.എസ്.ഇ.ബി. കക്കാട് വരെയുള്ള ഭാഗത്ത് ഏതൊക്കെ പോസ്റ്റുകളാണ് മാറ്റിയിടേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ലിസ്റ്റ് കൂടി കൊടുക്കുന്നതായിരിക്കും. അങ്ങനെയാണ് ഇന്നിപ്പോൾ തീരുമാനം എടുത്തിട്ടുള്ളത്. പിന്നെ വെള്ളത്തിൻ്റെ പ്രശ്നം, ഇവിടെ പല പ്രദേശങ്ങളിലും കുടിവെള്ള പൈപ്പുകൾ പൊട്ടിയിരിക്കുകയാണ്, നേരത്തെ പറഞ്ഞതുപോലെ. അപ്പോൾ അതിൻ്റെ ഏതൊക്കെയാണ് കുടിവെള്ള പൈപ്പുകൾ പൊട്ടിയത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു ലിസ്റ്റ് ഉണ്ടാക്കി എത്രയും പെട്ടെന്ന് അത് നന്നാക്കണം എന്നുള്ളത് വാട്ടർ അതോറിറ്റിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഐ വിഷൻ, പിറവം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്.